ഹായ് ഗൈസ്, അപ്പോൾ സൺഡേയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയിട്ട് ഇന്ന് സ്മാർട്ടിലേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പർച്ചേസിങ്ങിൻ്റെ വ്ളോഗാണ്, ബാക്കി ടീംസൊക്കെ ആ സൈഡിലുണ്ട്. അപ്പം പർച്ചേസിങ്ങിൻ്റെ ഇടയിലുള്ള കുറേ ഫണ്ണും കാര്യങ്ങളും പിന്നെ ഫുഡ് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണ് ചെയ്യുന്നത്. ഷോർട്ട് ഇട്ട് വീഡിയോ എടുത്തു ഗൈസ്. അപ്പോൾ ഇനി ഫുൾ ലെങ്ത്തിൽ വീഡിയോയിലേക്ക്, അതായത് യൂട്യൂബിലേക്ക് തിരിച്ചു വരാനുള്ള കുറച്ച് പടികളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സീനിൽ കാണാം. ഓക്കെ ബൈ. നടന്നു ഏതാ ഞങ്ങൾ ആ ബസ്സിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 രൂപയുടെ ബസ്സായിരുന്നു. അപ്പോഴാണ് ഓട്ടോചാട്ടം കൈ അടിച്ചത് വാ മക്കളെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എത്ര രൂപ കൊടുത്ത് അങ്ങനെ 40 രൂപയ്ക്ക് ഞങ്ങൾ ഓട്ടോയിൽ കയറി പോവാണ് ഗൈസ്. 5 രൂപയുടെ ബസ്. അങ്ങനെ നമ്മൾ ഓട്ടോ ഇറങ്ങിയിട്ട് സ്മാർട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. നമുക്ക് പർച്ചേസിങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ ആവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഉന്തുവണ്ടി കൊടുത്തിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് സാധനം വാങ്ങാൻ. എവിടെ എന്താ നമ്മൾ സ്പെഷ്യല്? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണോ? എന്താണ് സ്പെഷ്യൽ? തേങ്ങ ഉണ്ടോ? നമുക്ക് വേറെ വെറൈറ്റി ആയിട്ട് നോക്കാം. ചെറുപയറുണ്ട്. ചെറുപയർ വേണോ? 61 rupees. വൈറ്റ് അവില് ഞാൻ പറഞ്ഞു. വൈറ്റ് റാക്കിൽ വന്നപ്പോൾ ഒരു ബഡ്വൈസർ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ബിയറൊക്കെ ഇരിക്കുന്നുണ്ട്. ആൽക്കഹോൾ ഫ്രീ ബിയറാണ് ഗൈസ്, ബഡ്വൈസർ. ഇതിന് റേറ്റ് ഏകദേശം വരുന്നത്, റേറ്റ് കാണുന്നില്ലല്ലോ ഗൈസ്, 330 മില്ലി 99 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നോൺ ആൽക്കഹോളിക് ബിയർ. നമ്മൾ അരി വാങ്ങിച്ചിട്ട് നേരെ പച്ചക്കറിയിലേക്കായിരുന്നു വന്നത്. പച്ചക്കറി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ചാമ്പക്കയുടെ വലുതാണ് വിചാരിച്ചു, പക്ഷെ ചാമ്പക്കയുടെ വലുതല്ല. ഇതുമ്മ ചൗ ആണ് അത്ര. ബാംഗ്ലൂർ ചൗ. ഇവരാരുടെ പിന്നാലെ പോകുന്നുണ്ട്. അവിടെ ലേഡീസിന്റെ കാലുകളൊക്കെ കാണുന്നുണ്ട്. ഡ്രസ് എടുക്കാന്നുള്ള പേരിലൊക്കെയാണ് പോകുന്നത്. ഹോട്ടലൊരു ഇത് വെച്ചിട്ടുണ്ട്, ബൈ വൺ ഗെറ്റ് വൺ പറഞ്ഞിട്ട് മൈക്ക് ഇരിക്കുന്നുണ്ട്. ആഴത്തെ ഏകദേശം പർച്ചേസ് ഒക്കെ വേണ്ടതോ മെൻസ് കളക്ഷൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തേക്കാളും കളക്ഷനേക്കാളും ഒന്നും കൂടി കൂടുതൽ നമ്മൾ ട്രെൻഡ്സിലല്ല സുഡിയോയിലാണ്. ഇവിടെ നിന്നൊരു ഫാൻസിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിലത്തെ ഡയറി മിൽക്ക് സിൽക്ക് ഇത്രയും ബിഗ് പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു ദിവസം ഒരെണ്ണം ഫുള്ള് വാങ്ങിച്ചിട്ട് കഴിക്കണം എന്നാണ് എൻ്റെ അടുത്തൊരു ഇത്. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ വ്ളോഗ് ചെയ്യുന്നതാണ്. ഒരു ഡയറി മിൽക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നതായിട്ട് ആൾക്കാർക്ക് ക്രിഞ്ചായിട്ട് തോന്നാം. ഓക്കെ, അവിടെ ബില്ലിങ്ങിൽ നല്ല തിരക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീം ഏതെങ്കിലും നമുക്ക് എടുക്കാൻ വിചാരിച്ചിട്ട് ഐസ്ക്രീം ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുൽഫി ഉണ്ട്, മാംഗോ ബാർ, മൽദ. അവിടെ ഏതെടുക്കണേ? ഇവിടെ റോണിയാണ് തപ്പുന്നത്. എടാ, വലിയ ബന്ധങ്ങളിലേക്കൊന്നും പോകണ്ട കേട്ടോ. നമുക്ക് ചെറിയ ബന്ധങ്ങൾ മതി. കോൺട്രാപ്പ് എടുത്തോ, 35-45 ഉണ്ടാവും. കോൺട്രാപ്പ് എടുക്കാം എന്നാൽ 4 എടുത്തോ. നമ്മൾ അമൂല് എടുത്തിട്ടുണ്ട്. 2 കോൺടോപ്പ്, 4 കോൺടോപ്പ്. കോൺ വേണ്ട പറഞ്ഞിട്ട് അവൻ കോൺ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതെന്താ കോൺ വേണ്ട തനക്ക്? വേഗം എടുക്ക്. ബില്ലിങ്ങിന് ആള് കയറി പോണു. ഒരാള് ബില്ലാണ് പോയിരുന്നോ? കഡ്ബറിയോ? കടുപടി എന്താ? കടുപടിയോ? ഇതിലേതാണ് വേണ്ടത്? ഇത് വേണോ? മറ്റേ സാധനം ഇതെടുത്തോ. ഇതോ ഇത് കുഴപ്പമില്ല തോന്നണം. ഇങ്ങനത്തെ ഇതാണോ കടുപിടും? ചോക്കോബാർ. അത് മതിയോ? ഓക്കെ, അപ്പൊ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഡോറടക്കി. ഓക്കെ. നമ്മൾ ബില്ലിംഗ് പ്രോസസ് വേണ്ടതാ. സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതപ്പോൾ ഞങ്ങൾ പർച്ചേസിന്റെ ക്ഷീണമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ രസമുണ്ടോ? എന്താക്കാനാ? അപ്പൊ അങ്ങനെ സാധനം വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ എവിടെയെന്നുള്ളതും അതേപോലെ ഇതൊക്കെ എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായില്ല എവിടെയൊന്നും. കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എവിടെയാണ്? ട്രാവലിലാണോ ഗൈസ്? അപ്പോൾ ഫസ്റ്റ് മുതൽ, അതായത് ഈ വീടിന്റെ ഔട്ട്സൈഡ് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്, അതായത് ഈ സ്ഥലം കർണാടക സ്റ്റേറ്റിൽ ദാവണിഗര എന്നുള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ അല്ലെങ്കിൽ സിറ്റി എന്ന് പറയാം. അപ്പോൾ ഇത് ഞങ്ങളെ കമ്പനി ഗസ്റ്റ് ഹൗസ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് നോർമലി ഒരു സ്ഥാപനത്തിൽ. അതിന്
ജോബിനെ കുറിച്ചിട്ട് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, കാരണം ഓരോരുത്തരുടെ പ്രൈവസി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടും, പക്ഷെ നമ്മളിത് പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കൂടി. പിന്നെ സ്റ്റോറി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളാ ചെറിയൊരു ഫ്രണ്ട്സ് സർക്കിൾ മാത്രമേ കാണുള്ളൂ. പക്ഷെ ഇത് അതോ വൈറലായി കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലൊക്കെ എത്തിയാലോ. അപ്പോൾ ജോബ് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങളുടെ കമ്പനി ഗസ്റ്റ് ഹൗസ് ആണ്. അത്യാവശ്യം അടിപൊളി സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് കാണിച്ചു തരാം ഫുൾ ഭാഗം എങ്ങനെയൊക്കെയാണ്, സൗകര്യങ്ങളുണ്ടോ, എങ്ങനെയൊക്കെയാണ് ഉള്ളിലേക്ക് നമുക്ക് കയറാം. ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഹാളുണ്ട്, പിന്നെ ഇവിടെ ഒരു TV റൂം പോലത്തെ ഇതുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്, ചെറിയൊരു സിസ്റ്റം. ഇവിടെയൊക്കെ ഓരോരുത്തർ കിടക്കുന്ന ഏരിയയാണ്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഒരു പൂജാമുറി ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു കിച്ചൺ സ്പേസ് ഉണ്ട്. പിന്നെ മഴവിൻ്റെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ചെറിയൊരു കണ്ണാടി ഉണ്ട്, ഒരു ബാത്റൂം, ഒരു ടോയ്ലറ്റ്, പിന്നെ ഇവിടെ ഒരു റൂം. പർച്ചേസിങ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സെക്ഷൻ എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ കാണുന്ന പോലെ നോക്കണ്ട, നമ്മൾ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ ഇതുണ്ടാവുക. എല്ലാവരും നല്ല പണിയിലാണ്. നമ്മളിവിടെ അടുക്കളയിൽ വന്നിട്ട് ഒരാൾ അരി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എത്ര ടൈം പിടിക്കും പ്രിപ്പയർ ചെയ്യാൻ? അരമണിക്കൂർ. അപ്പൊ നമ്മൾ അരമണിക്കൂർ കൊണ്ട് ഓക്കെ എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇന്നലത്തെ വെള്ളരിയാണ്. ഈ അരി കൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല, ഈ അരി ഓക്കെയാണ്. അവിടെ ഒരുത്തൻ അരിയുന്നതിന്റെ ഇടയിൽ ഓടി വന്നിട്ട് ബൈക്ക് അലക്കുന്നുണ്ട്, പതപ്പിച്ച് വിടുന്നുണ്ട്. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മളെ ഡ്രസ്സ് ഉണക്കാനുള്ള ഏരിയ കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഞാൻ കാണിച്ചില്ല, ഈ വീടിന്റെ മേലെ തന്നെയാണ്. ഇത്രയും വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഡ്രസ്സ് ഉണക്കാനുള്ളൊരു ഇത് വേണ്ട. ഓക്കെ, എവിടെ എടാ ഇവിടെ കിച്ചണ് പോയി. മുക്കി പോലെ പുറത്തേക്കിടോ, ചെരുപ്പിനോട് പോകും. നമ്മൾ എലീന വന്നിരിക്കുന്നു. ഇവിടെ പല ആൾക്കാരുടെയും ഡ്രസ്സൊക്കെ അടിച്ച് മുറിച്ചിട്ടുണ്ടായിരുന്ന എലിയായിരുന്നു. അങ്ങനെ ഫൈനലി നമുക്ക് അതിനെ ഫൗണ്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പം അതിനെ അന്ത്യകർമ്മങ്ങളിലേക്കുള്ള പോക്കാണ്. അങ്ങനെ ഈ ചെറിയ ഉച്ചയൂണ് കഴിച്ചു തീരുന്നതോടുകൂടി ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.